നമ്മുടെ രാജ്യം ഇന്ത്യ ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ വാർത്ത കേന്ദ്രം പങ്കുവച്ചത് കുറച്ചു ദിവസം മുൻപാണ്. ആഗോള സാഹചര്യങ്ങൾ പ്രതികൂലമായ ഘട്ടത്തിലും ഇന്ത്യ കൈവരിച്ച നേട്ടം പ്രശംസനീയമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ഈ നേട്ടവും സാധാരണക്കാരന്റെ ജീവിതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പരിശോധിക്കാം. ഇന്ത്യയുടെ വളർച്ചാ നിരക്കും റാങ്കിങ്ങുകളുമെല്ലാം ആവർത്തിച്ചുയർത്തി കാണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വളർച്ചയുടെ യഥാർത്ഥ പ്രയോജനം രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം അടങ്ങുന്ന സാധാരണ ജനങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈനംദിന ജീവിതത്തിൽ ഒരു വളർച്ചയും പ്രകടമാകുന്നില്ല എന്നൊറ്റ വാക്കിൽ പറയാം. ജനസംഖ്യയുടെ വലിപ്പവുമായി താരതമ്യം ചെയ്ത തൊഴിലവസരങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങൾ, ആളോഹരി വരുമാനം, സാമൂഹിക സുരക്ഷ തുടങ്ങിയവ വിശദമായി പരിശോധിച്ചാൽ നിലവിൽ പ്രചരിക്കുന്ന വളർച്ചാ നിരക്കിന്റെ യഥാർത്ഥ സാമൂഹിക ചിത്രം എന്താണെന്ന് നമുക്ക് തന്നെ വ്യക്തമാകും. GDPയും രാജ്യത്തെ പ്രതിശീർഷ വരുമാനവും തമ്മിലുള്ള അന്തരം നോക്കുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ചെറിയ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള 140 രാജ്യങ്ങൾക്കും പിന്നിലാണ് എന്നതാണ് വസ്തുത. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമീണ ആരോഗ്യ മിഷൻ, അങ്ങനെ ജനക്ഷേമ പദ്ധതികൾക്ക് നാട്ടിൽ കുറവൊന്നുമില്ല. പക്ഷേ സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ ഇവയൊന്നും ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടേയില്ല. അന്നന്ന് കഴിഞ്ഞുകൂടാനുള്ള വരുമാനം മാത്രം കൊണ്ട് ജീവിച്ചു പോവുകയാണ് സാധാരണക്കാർ. ചുരുക്കം ഇത്ര മാത്രമാണ്: GDP കേന്ദ്രീകൃത വളർച്ചാ നിരക്കുകളും ജനങ്ങളുടെ യഥാർത്ഥ ജീവിതാവസ്ഥയും തമ്മിലുള്ള വൈരുദ്ധ്യം വലുതാണ്. രാജ്യത്തിന്റെ വളർച്ചാ നിർണയത്തിന്റെ മാനദണ്ഡം ചുരുക്കം ചില സമ്പന്നരുടെ കൈകളിൽ കുമിഞ്ഞുകൂടുന്ന പണം എന്ന നിലയിൽ നിന്ന് കാതലായ തിരുത്തലുകൾ വരുത്തിയാൽ ഇന്നത്തെ ഇന്ത്യയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് പിൻബലമാകും.